നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 25-ാം തീയതി 1200-ാം ആണ്ട് കന്നിമാസം 9-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ എന്ന് പറയുമ്പോൾ ആഴ്ചകളിൽ വെച്ച് ഏറ്റവും നല്ല ആഴ്ചയിൽപ്പെടുന്ന ഒന്നാണ് ബുധനാഴ്ച. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ആരുടെയും ഒന്നും ചോദിക്കാതെ അവർക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവർ ബുധനാഴ്ച ദിവസം അങ്ങ് തുടങ്ങും. അവർ നല്ല മുഹൂർത്തമുണ്ടോ മുഹൂർത്തം ഇല്ലേ എന്നൊന്നും അവർ നോക്കാറില്ല. കാരണം അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുമെന്ന് അവർക്കറിയാം. പക്ഷെ അതിൽ നല്ല ഒരു ശുഭ നക്ഷത്രവും കൂടി ഉള്ള ദിവസമാണ് നമ്മൾ ചെയ്താലോ അതിന് ഇരട്ടി മധുരം ഉണ്ടാവും. ഇന്നത്തെ നക്ഷത്രം പറഞ്ഞത് തിരുവാതിര നക്ഷത്രം. ശുഭനക്ഷത്രമാണ് തിരുവാതിര. അപ്പോൾ ശുഭ ദിവസവും ശുഭനക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം കൊള്ളാം. അതുകൊണ്ട് ഒരു കാര്യത്തിനും അറച്ചു നിൽക്കാതെ നിങ്ങൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അത് ഫലവത്തായി വരും. അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളത്, കന്നിമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർഷം വളരെ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. പ്രത്യേകിച്ച് ഉദ്യോഗം ജോലിയിലിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക്, ജോലി ചെയ്തിട്ട് നേട്ടമില്ലാത്തവർക്ക്, ബിസിനസ് ചെയ്തിട്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക്, അതുപോലെ വിദ്യാഭ്യാസ പുരോഗതി ഇല്ലാതെ ഇരിക്കുന്നവർക്ക്, ഉപരി പഠനത്തിന് സാഹചര്യം ഒരുങ്ങാതിരിക്കുന്നവർക്ക് ഒക്കെ അതിന് ശമനം ഉണ്ടാവുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ ബിസിനസ് ഡെവലപ്പാവും, ഉദ്യോഗത്തിൽ പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജോലി കിട്ടും, പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും, പുതിയ വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ ഇടവരും, വിദ്യാഭ്യാസം നിർത്തിയിരിക്കുന്നവർക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക്. മാത്രമല്ല ഇത് യഥേഷ്ടം ഭംഗിയായി നമുക്ക് യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഈശ്വരാധീനം കൂട്ടണം. അതിനുവേണ്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം. ഇതൊക്കെ ചെയ്തു കൂടി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാവും. അതുപോലെ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഭാഗ്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാഹുകാലം നോക്കി വേണം ശുഭകാര്യങ്ങൾ ചെയ്യാൻ. രാഹുകാല സമയം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് 12 മണി മുതൽ 1:30 മണി വരെ. അതുകൊണ്ടാണ് ഞാൻ രാഹുകാലം എടുത്തു പറയുന്നത്. കാരണം അത് നോക്കിയിട്ട് ഓരോരുത്തർ പോവുകയാണെങ്കിൽ കറക്റ്റ് രാഹുകാലത്തിനായിരിക്കും ചെല്ലുകയും ഒക്കെ ചെയ്യണേ, ഇറങ്ങിയൊക്കെ ചെയ്യണേ. രാഹുകാലം പറഞ്ഞത് 12:16 തൊട്ട് ആരംഭിക്കും. 1:46 വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക്, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. അതുപോലെ തന്നെ യമകണ്ഠകാലവും ഗുളികകാലവുമാണ് നമുക്ക് പാടില്ലാത്ത 2 സമയം, ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സമയം. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 10:46 തൊട്ട് 12:16 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:47 തൊട്ട് 9:16 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത്. അതുപോലെ തന്നെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്തിൻ്റെ സമയം എന്ത് ദോഷങ്ങളെയും മാറ്റി ഒരു പോസിറ്റീവ് പ്രൊട്ടക്ഷൻ തരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. 48 മിനിറ്റേ ഉള്ളൊരു ദിവസം. അത് ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:52 തൊട്ടാണ് തുടങ്ങുന്നത്. 12:40 വരെ 48 മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ സമയമാണ്. ഈ സമയം നമ്മൾ പറയുമല്ലോ മധുരത്തിൽ ഇരട്ടി മധുരമാവുന്ന സമയമാണ്. എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാം. അതുപോലെ
ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ശുഭ്ര വസ്ത്രം, നമുക്ക് നല്ല വസ്ത്രം ധരിക്കുക, പച്ച വസ്ത്രം നമ്മളിൽ വസ്ത്രധാരണത്തിൽ ഉണ്ടാവണം. അത് പച്ച ഡ്രസ്സായിട്ട്, ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ടീഷർട്ടായിട്ടോ ഒക്കെ നമുക്ക് ധരിക്കാം. അതിലുപരി അത് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും നമുക്ക് പച്ച വസ്ത്രം ധരിക്കണം. അത് നമ്മൾ കുറച്ചുകൂടി പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കാൻ ഒരു ആകർഷണമാണ്. പ്രകൃതിയിലെല്ലാം ഉണ്ട്. ഈ ഗ്രഹത്തിൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കയറാൻ സഹായിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ. നല്ല മുഹൂർത്തം ഉള്ള ദിവസമാണ് ശരിക്ക് ബുധനാഴ്ച. അതിനൊപ്പം തന്നെ നമുക്ക് നല്ല നക്ഷത്രം എല്ലാം കൂടി വന്നിരിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.